ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്ന് വളരെ ഒരു സിമ്പിളായ ഒരു സ്നാക്കാണ് തയ്യാറാക്കുന്നത്. കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്തായാലും നമ്മൾക്ക് ഇത്തിരി വിശക്കുന്ന സമയത്തായാലും കഴിക്കാൻ പറ്റുന്ന ഒരു ഭക്ഷണം, ഓയിലൊന്നും ഇല്ലാതെ നമുക്ക് കഴിക്കാം. അങ്ങനെ ഒരു ഗുണം കൂടിയുണ്ട്. അപ്പോൾ അതിനായിട്ട് എന്തൊക്കെ വേണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു പാത്രം എടുത്ത് വെച്ച് അതിലേക്ക് 1 കപ്പ് അരിപ്പൊടി ഇടാം. അരിപ്പൊടി വറുത്തത്, നൂലപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന, ഇടിയപ്പത്തിന് ഉപയോഗിക്കുന്ന വളരെ അതായത് കട്ടയൊന്നുമില്ലാത്ത അരിപ്പൊടി. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഉഴുന്ന്, പിന്നെ ഒരു 4 ടേബിൾ സ്പൂൺ, അതായത് സവാളയുടെ പകുതി കുനുകുനാന്നരിഞ്ഞത്, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ഇട്ടിട്ട് അതൊന്ന് മിക്സ് ചെയ്യുക. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. നല്ല വറുത്ത പൊടിയാവണേ, പച്ചപ്പൊടിയല്ല കേട്ടോ, അരിപ്പൊടി. അപ്പോൾ അത് ഒന്നിച്ച് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് തിളച്ച വെള്ളം ഒഴിക്കുക. തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് നമുക്കിങ്ങനെ പിടിക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ചൂട്ടോടെ തന്നെ നല്ല തിളച്ച വെള്ളമാവണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് എല്ലായിടത്തും ഈ വെള്ളം എത്തണ വിധത്തിന് മിക്സ് ചെയ്യുക. കൈ കൊണ്ട് വേണമെങ്കിൽ കൈ കൊണ്ട് കുഴച്ചാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ കയ്യിൽ വെച്ചിട്ട് മിക്സ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഈ കയ്യിൽ അതിന് യൂസ് ചെയ്യാൻ എളുപ്പമാണ് കേട്ടോ. പ്ലാസ്റ്റിക്കാണ്, അതാണ് ഇതാണെന്നൊക്കെ എല്ലാവരും പറയും, എന്നാലും എളുപ്പമാണ് ഈ കാര്യം. അതുകൊണ്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കണത്. എന്നിട്ട് ഏറ്റവും അവസാനം നമ്മൾ കൈ കൊണ്ടൊന്ന് കുഴച്ചിട്ട് അത് ഒരു പിടി, അതായത് ചെറിയ ഉരുള എടുത്തിട്ട് നമ്മളിങ്ങനെ പരത്തുക കേട്ടോ. ഇതേപോലെ പരത്തിയിട്ട് നല്ല നാളികേരമാവണം, മൂത്ത നാളികേരമാവരുത്. ഒരു ചള്ള് നാളികേരം എന്ന് പറയില്ലേ, അങ്ങനത്തെ നാളികേരം. നമ്മൾ ചെരുകുമ്പോൾ അധികം മൂപ്പെത്താത്ത നാളികേരമാണെങ്കിൽ നല്ല സ്വാദ് കൂടും. എന്നിട്ട് അതിൽ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അമർത്തി വെച്ചാൽ നാളികേരം അതിൽ പിടിക്കും. അങ്ങനെ എല്ലാതും അങ്ങനെ ഉരുട്ടി പരത്തി വയ്ക്കുക. എല്ലാതും ഇതേപോലെ ഒന്നും കൂടെ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഉരുട്ടിയെടുത്ത് ഇതുപോലെ ഒന്ന് പരത്തി ഒരിത്തിരി എണ്ണ വേണമെങ്കിൽ കയ്യിൽ തടവിയിട്ട് ചെയ്യാം കേട്ടോ. വെളിച്ചെണ്ണയാണ് കേട്ടോ വേണ്ടത്. എന്നിട്ട് ഇങ്ങനെ സൈഡൊക്കെ ഒന്ന് കറക്റ്റാക്കിയിട്ട് ഇങ്ങനെ ഒന്ന് ഇതാക്കിയിട്ട് വയ്ക്കാം. കണ്ട, എല്ലായിടത്തും നാളികേരമാവണം. എന്നിട്ട് നമ്മളങ്ങനെ എടുത്ത് വയ്ക്കാം. അപ്പോൾ അതിലിങ്ങനെ നാളികേരമൊക്കെ പിടിച്ചിട്ടുണ്ടാവും. നമ്മൾ ആ കുഴയ്ക്കുന്നതിലൊന്നും നാളികേരം ഇടുന്നില്ല, ഇത് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഈ സ്റ്റീമറിൽ വെള്ളം വെച്ചിട്ടുണ്ട്, അത് തിളച്ച് ആവി വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലൊരു ഇലയും വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്കിതൊക്കെ ഒന്ന് പറക്കി വയ്ക്കാം. രാത്രി നമ്മളിങ്ങനെ ചെയ്ത് വെച്ചാൽ രാവിലെ കഴിക്കാനും സുഖമാണ്. രാവിലെ തന്നെ വല്ലാതെ പണിയെടുക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ എന്തെങ്കിലും തിരക്കോ അതല്ലെങ്കിൽ വയ്യാണ്ടോ ഒക്കെ ഇരിക്കുന്നുണ്ടെങ്കിലൊക്കെ രാത്രി നമുക്ക് ഇതിങ്ങനെ ചെയ്ത് വെച്ചാൽ ജോലിക്ക് പോകുന്നവർക്കായാലും ഒരു സൗകര്യമാണ് കേട്ടോ. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല സ്വാദാണ് കേട്ടോ കഴിക്കാനായിട്ട്. ഒരിത്തിരി എന്തെങ്കിലും നിങ്ങൾക്ക് കറിയുടെ കൂട്ടി കഴിക്കണമെങ്കിൽ കറിയുടെ കൂടെ കഴിക്കണം എന്നുണ്ടെങ്കിലും കഴിക്കാം. അതല്ല നല്ല പിക്കിൾ കൂട്ടിയിട്ട് കഴിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മുളക് ചമ്മന്തി ഉണ്ടാക്കിയിട്ട് അതിൽ മുക്കി കഴിക്കാം. അതൊന്നും ആവശ്യമില്ല കേട്ടോ, ഇങ്ങനെ തന്നെ കഴിക്കാനാണ് സ്വാദ്. ഞങ്ങളൊക്കെ ഇങ്ങനെ തന്നെയാണ് കഴിക്കുക. ചായ കൂട്ടി കഴിക്കാൻ ഭയങ്കര സ്വാദാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ആ ഉഴുന്ന് കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ കടിക്കുമ്പോൾ നല്ലൊരു സ്വാദാണ് കേട്ടോ. അപ്പോൾ ഇത് തമിഴ്നാട്ടുകാരുടെ ഒരു എന്താ പറയുക, 4 മണിക്ക് കഴിക്കുന്ന കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പലഹാരമാണ് കേട്ടോ. അപ്പം നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പം ഞങ്ങളത് കഴിഞ്ഞിട്ട് ഒരു ഫാം കാണാൻ പോയിട്ടുണ്ട് ഇവിടെ അടുത്ത്. അപ്പോൾ ആ ഫാമിൽ കണ്ടോ നല്ല പോലെ ബൊഗൈൻവില്ല ഇങ്ങനെ പൂത്ത് കിടക്കുന്നുണ്ട്. ഇപ്പം അതിൻ്റെ സമയമല്ലേ, ബൊഗൈൻവില്ല പൂക്കണ സമയമാണ് കേട്ടോ. നിറയെ ഉണ്ട്, വൈറ്റാണ് കൂടുതലായിട്ട് ഈ സൈഡിൽ കാണാം. പിന്നെ അപ്പുറത്ത് കുറേ കണ്ടു കേട്ടോ. അപ്പം ഞങ്ങൾ കുറച്ച് കവുങ്ങും തൈയൊക്കെ തേടി പോയതാണ്. നല്ല കവുങ്ങും തൈ കിട്ടാൻ വേണ്ടിയിട്ട് എവിടെ ഉണ്ടോ എന്നുള്ളതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അധികം ഒന്നും വാങ്ങിക്കില്ല, ഞങ്ങൾ കുറേ വാങ്ങി വെച്ചിട്ടുണ്ട്. എന്നാലും ഇവിടുത്തെ സ്ഥിതി എന്താ, ഫാം കണ്ടു കഴിഞ്ഞാൽ അപ്പം അങ്ങോട്ട് കയറണം. ചെടീനോട് ഭ്രാന്തായാലും അങ്ങനെ. വീണ്ടും കാണാം കേട്ടോ. ബൈ.